ശബ്ദത്തിനെ അരച്ച് കൂട്ടാൻ ആരും വ്യാമോഹിക്കണ്ട, ആരും ശബ്ദം കാണണ്ട. അതിൽ യാതൊരു മടിയും പണ്ഡിതന്മാർക്കില്ല അതെന്നും പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അന്തിച്ചർച്ചയ്ക്ക് വകണ്ടാവും. നിങ്ങളുടെ ചാനലിന്റെ ഉടമക്ക് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നവരെ സുഖിപ്പിക്കാൻ കഴിയുമെന്നല്ലാതെ ഇപ്പോ അടുത്ത് സക്കാത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ചിലർ ഇങ്ങനെ പറഞ്ഞു നടത്തുന്നു. അപ്പൊ ഏത് വിഷയങ്ങളാവട്ടെ, ഇസ്ലാമിന്റെ നിയമങ്ങൾ അതാരെയും കൂസാതെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് തരുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിയമത്തിനെ മാനിച്ചുകൊണ്ട് അവിടെ ആരുടെ മുഖം വാടുന്നു ഇവിടെ നോട്ടില്ല. അത് പിന്തിരിപ്പനാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. 6-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അൽഹംദുലില്ലാഹ് ആ 6-ാം നൂറ്റാണ്ടിലെ നിയമങ്ങൾ സ്ത്രീകളോട് ഞങ്ങൾ ഇന്നേ വരെ പറഞ്ഞതിന്റെ കാരണമാണ് ഇവിടെ ഇത്രയെങ്കിലും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒതുങ്ങിയെന്നത്. നമ്മൾ പറയണ്ടല്ലോ അത്. അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് വ്യാപകമായി ആരും എന്തും ചെയ്തോട്ടെ, അതൊന്നും ചോദ്യം ചെയ്യാൻ നിങ്ങളാരാണ്, സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിച്ച് ഇപ്പുറത്ത് മദ്യപദാർത്ഥങ്ങളും ലഹരി പദാർത്ഥങ്ങളും ഇഷ്ടം പോലെ കൊടുത്തതിന്റെ കാരണം ഇന്ന് അതിന്റെ പ്രതിഫലമാണ്. ഉമ്മമാരെ കൊന്നുകൊണ്ടിരിക്കുന്നു, അച്ഛനെ കുത്തിക്കൊല്ലുന്നു. നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ പിന്നിൽ ഈ മദ്യത്തിന്റെ കടന്നുകയറ്റമാണ്, ലഹരിയുടെ കടന്നുകയറ്റമാണ്. അതുപോലെ കുടുംബചിത്രതയുണ്ടാകുന്നത്, അപകടങ്ങൾ, നാട്ടിൽ നടന്ന അപകടങ്ങളുടെ പിന്നെ എടുത്തു നോക്കൂ നിങ്ങൾ. ഒക്കെ വില്ലനാരാണ്? ഈ ലഹരി പദാർത്ഥങ്ങളാണ്. 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നിയമമാണ് ഞങ്ങൾ പറയുന്നത്. ആ നിയമത്തിന്റെ പ്രസക്തിയാണിത്. അതുകൊണ്ട് നിങ്ങൾ 6-ാം നൂറ്റാണ്ട് പറഞ്ഞാലും ഈ 21-ാം നൂറ്റാണ്ടിൽ നിന്ന് ഞങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ നിയമങ്ങൾ പറയുമ്പം അതൊക്കെ പ്രസക്തിയുള്ളതാണ് എന്ന് ഇവിടെയുള്ള വർത്തമാനകാല സാഹചര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ യാഥാർത്ഥ്യം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കണ്ണടച്ച് ആരും ഇരുട്ടാക്കണ്ട, കണ്ണു ചിമ്പിയിട്ട് രാത്രിയാണെന്ന് ആരും പറയണ്ട. ഞങ്ങൾ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ഇസ്ലാമിന്റെ പൊതുവായ ആശയങ്ങളും അത് പറയാൻ അർഹതയുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 2 സമസ്തയുടെയും പണ്ഡിതന്മാർ ഇവിടെയുണ്ട്. അതുപോലെ സംസ്ഥാന കേരള ജംഇയ്യത്തിലെ മറ്റൊരു പണ്ഡിത സംഘടനയുണ്ട്, ദക്ഷിണ കേരള ജംഇയ്യത്തിൽ, അങ്ങനെ പണ്ഡിതന്മാർ ഇവിടെയുണ്ട്. അത് പലരും പല പ്ലാറ്റ്ഫോമിൽ വെച്ച് പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, പ്രിയപ്പെട്ട സഹോദരിമാർ, നാട്ടുകാർ, നമ്മുടെ ബാധ്യത നമ്മൾ പണ്ഡിതന്മാരുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കണം. അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അൽഹംദുലില്ലാഹ് ഈ ആളുകളതൊക്കെ പറയുമ്പോഴും കേരളത്തിലുള്ള പൊതുസമൂഹം പണ്ഡിതന്മാരുടെ പിന്നിലാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ അറബി കോളേജുകളും 10,000-കണക്കിന് 30,000-ത്തോളം മദ്രസയുണ്ട്. ഞാൻ പറഞ്ഞ വിവിധ പണ്ഡിത സഭയുടെ കീഴിലായിട്ട് 30,000-ത്തിലധികം മദ്രസ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആരാ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളാണ്. അപ്പോ ഈ പണ്ഡിതന്മാരുടെ പിന്നിൽ തന്നെയാണ് മുസ്ലിം സമൂഹം ഉള്ളത്. അതുപോലെ തന്നെ എത്ര അറബി കോളേജുകളുണ്ട്, എത്ര ബിരുദം കൊടുക്കുന്ന കോളേജുകളുണ്ട്, എത്ര സ്കൂളുകൾ നടത്തുന്നുണ്ട്. ഈ പറയുന്ന ടീം ആരെങ്കിലും ഒരു യതീം കുട്ടിക്ക് ഭക്ഷണം കൊടുത്തിട്ട് വളർത്തിയിട്ടുണ്ടോ? 1000-കണക്കിന് യതീം മക്കളെ ഈ പ്രസ്ഥാനത്തിന്റെ ഈ പണ്ഡിതന്മാർ വളർത്തിയെടുത്ത് രാജ്യത്തിന്റെ രാഷ്ട്രത്തിന്റെ ഉത്തമ പൗരന്മാരാക്കി മാറ്റിയെടുത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡോക്ടർമാരായിട്ട് സേവനമനുഷ്ഠിക്കുന്നില്ലേ? അതൊക്കെ സമസ്ത പോലുള്ള പണ്ഡിത സഭകൾ ഇവിടെ പ്രവർത്തിച്ചിട്ട് രാജ്യത്തിന്റെ ഉത്തമ പൗരന്മാരാക്കിയതാണ്. അതിൽ സ്ത്രീകൾക്കുള്ള വിദ്യാഭ്യാസം ആരാ ഇവിടെ കൊടുക്കുന്നത്? സ്ത്രീകൾക്ക് ഈ 30,000 മദ്രസയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലേ? പഠനം കൊടുക്കുന്നില്ലേ? അറബി കോളേജുകളില്ലേ? ഇതൊക്കെ ഈ പണ്ഡിതന്മാർ അങ്ങനെ പറയുന്ന 6-ാം നൂറ്റാണ്ടിലെ തലയെ കെട്ടിയിട്ട പണ്ഡിതന്മാരുണ്ടല്ലോ, അവരാണ് ഈ പഠിപ്പിക്കുന്നത്. പറയുന്ന ചാനൽ ചർച്ചയിൽ നടക്കുന്ന ഒരൊറ്റ ഒന്നും അതിനില്ല. ഞാൻ ഈ 6-ാം നൂറ്റാണ്ട് പറഞ്ഞത് ഇപ്പൊ മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലില് ഇന്നലെ ഒരുത്തൻ എന്ന് പറയുന്നുണ്ട് 6-ാം നൂറ്റാണ്ടിലെ നിയമങ്ങൾ മൂല്യന്മാർ ഇവിടെ നടപ്പാക്കുകയാണ്. അപ്പൊ ഞാൻ കേട്ടപ്പോ ഇവരൊന്നും മുസ്ലിം അല്ലേ എന്ന് ചോദിക്കും. 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി പഠിപ്പിച്ച ദീനാണ് ഞങ്ങൾ പറഞ്ഞത്. അതിനെ എതിർത്തിട്ട് മീഡിയ വൺ എന്ന് പറയുന്നതിൽ ഒരുത്തൻ എതിർത്തിട്ട് ഇങ്ങനെ പറയുന്നത് സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആരെന്തു പറഞ്ഞാലും ഇസ്ലാം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കും, ദീൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് ഈ രാജ്യത്തെ മുസ്ലിം സഹോദരന്മാർ, ജനസമൂഹം പണ്ഡിതന്മാരുടെ പിന്നാലെയും ഉണ്ട്. ആരും അതിൽ പനി പിടിച്ചിട്ട് കാര്യമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ് ഞങ്ങൾ ഇവിടെ 2 ദിവസം
ഞങ്ങളിവിടെ 2 ദിവസം നിന്റെ ദീനുമായി ബന്ധപ്പെട്ട പലതും പറഞ്ഞു നീ കബൂലാക്കണ റഹ്മാനെ. അല്ലാഹുവേ, ഇതുവരെ സംഘടിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം നിർമ്മിച്ച പ്രവർത്തകന്മാർ, അല്ലാഹുവേ, നീ അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഈ നാട്ടിന് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഈ മഹല്ലത്തിന് ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഈ മഹല്ലത്തിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർ, ഉസ്താദുമാര്, പള്ളിയിലുള്ള മുദരിസുമാര്, ഇമാമുമാര്, മുഅദ്ദിനുമാര്, അതുപോലെ മദ്രസയിലെ ഉസ്താദുമാര്, ഇവിടെയുള്ള കാരണന്മാര്, കമ്മിറ്റി അംഗങ്ങള്, എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെയൊക്കെ നീ സുന്നത്ത് ജമാഅത്തിൽ അടിയുറപ്പിച്ച് നിർത്തി തരണേ റഹ്മാനെ. ഞങ്ങളെ പരമ്പരകളെ നീ കാക്കണേ റഹ്മാനെ. വിദേഹത്തിന്റെ ചൊയ ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. ഞങ്ങളെ പരമ്പരയിൽ ഒരൊറ്റൊരുത്തർക്കും വിദേഹത്തിന്റെ വിഷം നീ നൽകല്ല റഹ്മാനെ. ഞങ്ങളെ മരണപ്പെട്ടു പോയ ഉപ്പമാര്, ഉമ്മമാര്, വല്ലുമ്മമാര്, വല്ലുപ്പമാര്, ഉസ്താദുമാര്, ശിഷ്യന്മാര്, സഹായിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് പറഞ്ഞവര്, ഞാൻ ഇവിടെ ദുബായിൽ വെച്ച് ഒരാളുടെ മോന്റെ മോള് മരണപ്പെട്ടു എന്നറിഞ്ഞ അല്ലാഹുവേ, ആ കുട്ടിക്ക് നീ അഫു കൊടുക്കണ റഹ്മാനെ. മാതാപിതാക്കൾക്ക്, കുടുംബത്തിന് നീ ക്ഷമ പ്രദാനം ചെയ്യണ റഹ്മാനെ. ഖൈർ നീ പകരം നൽകണ റഹ്മാനെ. അല്ലാഹുവേ, ആഖിറം വിജയിച്ച വലിയ മഹാന്മാരിൽ അവരെ ഉൾപ്പെടുത്തണ റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടുപോയ സർവ്വ മുഅ്മിനീൻ മുഅ്മിനാത്തുകൾ, അവരെയൊക്കെ നീ സ്വർഗ്ഗത്തിന്റെ അവകാശികളാക്കണ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്ക് നീ പുറത്തു തരണ റഹ്മാനെ. അല്ലാഹുവേ, ഈ മാസത്തിൽ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണ റഹ്മാനെ. റമദാനിൽ ഞങ്ങളെ നീ എത്തിപ്പിക്കണ റഹ്മാനെ. റമദാനിന്റെ എല്ലാ ആദരവും ബഹുമാനത്തോടു കൂടി സ്വീകരിക്കാനുള്ള ആഫിയത്ത് ഞങ്ങൾക്ക് നീ നൽകണ റഹ്മാനെ. നോമ്പനുഷ്ഠിക്കാനും തറാവീഹ് നിസ്കരിക്കാനും മറ്റു ദിക്റുകളും ഖുർആൻ പാരായണം, ദാനധർമ്മങ്ങളും മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖും ആരോഗ്യവും നൽകണ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണ റഹ്മാനെ. രോഗം ശിഫയാക്കി കൊടുക്കണ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കള്, പേരമക്കള്, മരുമക്കള്, അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണ റഹ്മാനെ. രോഗം ശിഫയാക്കി തരണ റഹ്മാനെ. ആഫിയത്ത് നൽകണ റഹ്മാനെ. കടങ്ങൾ വീട്ടി തരണ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ്, അതിന്റെ പേരിൽ കടങ്ങളുണ്ട്, നീ വീട്ടി തരണ റഹ്മാനെ. ഞങ്ങൾ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളൊക്കെ ഇഖ്ലാസുള്ള ആലിമീങ്ങളാക്കണ റഹ്മാനെ. ഞങ്ങളെ അടുക്കൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ